റോമാലേഖനത്തിലേക്കാണ് നിങ്ങളുടെ ചിന്ത ഞാൻ തിരിക്കുന്നത്. ഞാൻ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് പറയാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ ആമുഖമായിട്ട് പറയേണ്ടത് ആവശ്യമാണ്, ഈ ചർച്ചിലെ അംഗങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി. ഈ മാസം വളരെ ഹൃദ്യമായിട്ട് ദൈവം നമ്മോട് ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ജൂൺ 1-ാം തീയതിയും അടുത്ത ആഴ്ച ജൂൺ 8-ാം തീയതിയും വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം 2 പാർട്ടായിട്ട് നമ്മൾ ചിന്തിച്ചിരുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. വ്യക്തിപരമായി എന്നോട് ദൈവം ഇടപെട്ടു. അത് ഈ ചർച്ചിനോടും ഇടപെട്ടു. നമ്മുടെ രാവിലെയും വൈകിട്ടും ഒക്കെ നടക്കുന്ന ഇന്റർസെസറി പ്രയറിൽ ചില അവസരങ്ങളിൽ ഞാൻ ഓൺലൈനിൽ പ്രവേശിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആദ്യ സ്നേഹം എന്താണ്? ഒന്ന്, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം. 2, തമ്മിലുള്ള സ്നേഹം. 3, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളോടുള്ള ബന്ധത്തിലുള്ള സ്നേഹം. അപ്പോൾ ഉപദേശപരമായ കാര്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നുണ്ട് എഫേസ്യ സഭയെ പോലെ. എന്നാലും വലിയൊരു വീഴ്ച നമ്മൾക്ക് വന്നിട്ടുണ്ട് എന്ന് ആ വാക്യങ്ങളിലൂടെ കർത്താവ് നമ്മളെ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അവിടെ നമ്മൾ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: റിമെമ്പർ ഫ്രം വേർ യു ഹാവ് ഫോളൻ. 2, റിപ്പന്റ്. 3, റിട്ടേൺ. ഇതാണ് നമ്മൾ 1-ാം ഭാഗമായിട്ടും 2-ാം ഭാഗമായിട്ടും ചിന്തിച്ചത്. രക്ഷിക്കപ്പെട്ട പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്കും വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്കും വന്ന ആ ദിവസങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തൊരാവേശമായിരുന്നു! ഞാൻ ഓർക്കുന്നുണ്ട്, ഭയങ്കര ആവേശമായിരുന്നു. പക്ഷേ ആ സ്നേഹം ആറിപ്പോയി എന്നതാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. 15-ാം തീയതി ഇതിന്റെ 3-ാം ഭാഗമായി മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഒരാൾ വന്ന് കർത്താവിനോട് ചോദിക്കുക, വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ്? കർത്താവ് പറഞ്ഞു, ലവ് യുവർ ലോർഡ് with all your heart, with all your mind, with all your strength. രണ്ടാമത്തേത് അതുപോലെ തന്നെ, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക. ന്യായപ്രമാണം മുഴുവനും ഹാങ് ചെയ്യുന്നത് ഈ 2 വചനത്തിലാണ്, ഈ 2 കൽപ്പനകളിലാണ്. നമ്മൾ അതും ധ്യാനിക്കുകയുണ്ടായി. അപ്പൊ ദൈവത്തെ ഉള്ളുകൊണ്ട്, പുറത്ത് നമുക്ക് പാടാം, പ്രസംഗിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഉള്ളും മുഴുവനും നമ്മുടെ ഹോൾ ബീയിങ് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കമാൻഡ്മെന്റ്. അതിൽ നിന്ന് ആണ് ശരിക്കും പരസ്പരമുള്ള സ്നേഹവും വെളിപ്പെടേണ്ടത്. ഇത് നമ്മൾ 3-ാമത്തെ മെസ്സേജായി ഈ മാസം നമ്മൾ ഒരുമിച്ച് ശ്രദ്ധിക്കുകയുണ്ടായി, ധ്യാനിക്കുകയുണ്ടായി. 22 ജൂൺ, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ 4-ാമത്തെ ഭാഗം, യോഹന്നാൻ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഓ, ഐ ലവ് ഗോഡ്, ഐ ലവ് ഗോഡ്. പാട്ട് പാടാം, പറയാം, ഇതൊക്കെയാണ്. വാട്ട്സ് ദ പ്രൂഫ്? ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളതാണ്. സ്നേഹം നിറയുമ്പോൾ അതിനകത്ത് നമ്മൾ ചിന്തിച്ചതാണ്, ഇമോഷൻ ഉണ്ടോ? ഉണ്ട്. സെന്റിമെന്റ് ഉണ്ടോ? ഉണ്ട്. എന്നാൽ അതിൽ മാത്രം പരിമിതപ്പെട്ട് നിൽക്കുന്നതല്ല. ഇമോഷൻസ് ഉള്ളപ്പോൾ തന്നെ കർത്താവിനെ ആഴമായി അനുസരിക്കാൻ
കുടുംബജീവിതത്തിലേക്ക് നമ്മൾ അത് അപ്ലൈ ചെയ്തു, പരസ്പര ബന്ധത്തിലേക്ക് നമ്മൾ അത് അപ്ലൈ ചെയ്തു. ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനിച്ചിരുന്നു. ഇന്ന് 5-ാമത്തെ ഭാഗം, റോമാലേഖനം 5-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വേദഭാഗം ആണ് ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഗോഡ്സ് ലവ്. വാട്ട് ഈസ് ഗോഡ്സ് ലവ്? ചില വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഈ വേദഭാഗമാണ് ഏറ്റവും ആഴമായി ദൈവസ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നതാണ്. ഞാനത് വായിക്കാം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. റോമാലേഖനം ഈ ഭാഗമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ വേദഭാഗങ്ങൾ 1 വർഷം മുമ്പ് ഞാൻ ഇവിടെ പ്രസംഗിച്ചതുമാണ്. 1 വർഷമോ? കഴിഞ്ഞ ആഴ്ചത്തെ മറന്നുപോയല്ലോ. അതുകൊണ്ട് ഞാനൊരല്പം ആമുഖമായി റോമൻസ്, പിന്നെ ഈ 5-ാം അധ്യായം, ഇതിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞിട്ട് ഈ ദൈവസ്നേഹത്തെ നിങ്ങളുടെ മുൻപിൽ വയ്ക്കാനാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് നിങ്ങൾ കേൾക്കണമേ എന്ന്. റോമാലേഖനം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ പൗലോസ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം കംപ്ലീറ്റ് ചെയ്തു. ആദ്യം ദൈവത്തിന്റെ കോപത്തെക്കുറിച്ച് പൗലോസ് അവതരിപ്പിക്കുന്നു. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗ മരണത്തിൽ അർപ്പിക്കുന്ന ആശ്രയത്താൽ വിശുദ്ധനായ ദൈവം നമ്മെ അംഗീകരിക്കുന്നു. God accepts sinners because they put their trust in Jesus Christ. നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്. 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ ഇങ്ങനെ നീതീകരിക്കപ്പെട്ട ആളുകളുടെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അന്ന് ഇല്ലാത്തവർ ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം. What are the blessings that we enjoy now, today, because we have been justified by faith? 1-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാ: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. ഒരു കർമ്മമാർഗത്തിലൂടെയുമല്ല, കർത്താവായ യേശുക്രിസ്തുവിൽ അർപ്പിക്കുന്ന വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുക. ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനായി നമ്മളെ പ്രഖ്യാപിക്കുകയാണ്. 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം. അപ്പൊ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തിന് പാപികളായ മനുഷ്യരോടുള്ള കോപം യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗ മരണത്തിലാണ് ശമിപ്പിക്കപ്പെട്ടത്. കർത്താവായ യേശുക്രിസ്തു മൂലം നാം നീതീകരിക്കപ്പെട്ടത് സ്വർഗത്തിൽ പോകാനുള്ള ഗ്യാരണ്ടി മാത്രമല്ല. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ക്രിസ്തുവേശുവിൽ ആത്മാർത്ഥമായി വിശ്വാസം അർപ്പിച്ചവർക്ക് ഉണ്ടാകുന്നത്. പ്രിയരേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സൂപ്പർഫിഷ്യൽ ഫെയ്ത്ത് ഉണ്ട്, സേവിങ് ഫെയ്ത്ത് ഉണ്ട്. സൂപ്പർഫിഷ്യൽ ഫെയ്ത്ത് ആണെങ്കിൽ യു ക്യാൻ ആക്ട് എ പെൻഡകോസ്റ്റ്, ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു. റിയൽ ജെനുവിൻ ഫെയ്ത്ത് ആണെങ്കിൽ ഞാൻ ഇനിയും പറയാൻ പോകുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. 1-ാം വാക്യത്തിന്റെ അടുത്ത ഭാഗം നോക്കി, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ നേരത്തെയോ സമാധാനമില്ലായിരുന്നു. We were at enmity with God.
We were in rebellion against God. ഇപ്പോഴോ ദൈവവുമായിട്ട് സമാധാനമുണ്ട്. ദൈവത്തിന്റെ സമാധാനമല്ല, ദൈവവുമായിട്ട് സമാധാനം. അതുകൊണ്ടാണ് കഷ്ടതകളിൽ ദൈവത്തിന്റെ സമാധാനം നമ്മൾ അനുഭവിക്കുന്നത്. ഇത് ഭൂതകാലത്തെ കാര്യമാണ്. പാപികളായിരിക്കുന്ന നമ്മളെ ഇപ്പോൾ ദൈവം ആ പാപങ്ങൾ നമുക്ക് അഗൻസ്റ്റ് ഹോൾഡ് ചെയ്യുന്നില്ല. We have been justified. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാം വാക്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഒന്നാമത്തെ ബ്ലെസ്സിംഗ് ആണ്. നേരത്തെ നമ്മളിങ്ങനെ പള്ളിയിലായിരുന്നു, അല്ലെ പെന്തിക്കോസിലായിരുന്നു, ഇങ്ങനെ. ഇവിടെ പെന്തിക്കോസുകാർ എത്രയോ പേര് വന്ന് രക്ഷിക്കപ്പെട്ടെന്നറിയാമോ? പക്ഷെ we did not have any peace with God. ചടങ്ങനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ ഒന്നാമത്തെ ബ്ലെസ്സിംഗ്, പീസ് വിത്ത് ഗോഡ്. രണ്ട്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കൃപയിലേക്ക്, ആക്സസ് ടു ഗോഡ് വർത്തമാനകാല അനുഭവമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത് ഇറ്റ് ഈസ് ബൈ ഗ്രേസ്. ബൈ ഗ്രേസ് ആണ് ആക്സസ് ടു ഗോഡ്. എന്നാൽ അത് മാത്രമല്ല, we are staying in grace. 24 മണിക്കൂർ ഒരു ദിവസം, എനി ടൈം you can come to the throne of grace, pray, worship. എന്തൊരു അനുഗ്രഹമാണ്. മറ്റേത് ചുമ്മാ ഇങ്ങനെ പാട്ട് പാടുന്നു, ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെയോ ചൊല്ലുന്നു, അത്രേ ഉള്ളൂ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ആളിന് ആക്സസ് ടു ഗോഡ്. കർത്താവിന് സ്തോത്രം. രണ്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം, മൂന്നാമത്തെ അനുഗ്രഹം നോക്കി, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. കാറ് കിട്ടിയതല്ല, വീട് കിട്ടിയതല്ല, വസ്തു കിട്ടിയതല്ല. We boast. എന്താ പ്രശംസാ വിഷയം? ദൈവത്തിന്റെ തേജസ്, ഭാവികാല സംബന്ധിച്ച്. എന്താ അതിന്റെ അർത്ഥം? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ആളിന് ഉള്ള വലിയ പ്രത്യാശ, ഒരു ദിവസം I will see the Lord. ആ മഹത്വത്തിൽ ഞാൻ കാണും. അതെന്റെ പ്രത്യാശയാണ്. And I boast in it. അത് മാത്രമല്ല, I will share in that glory. എന്താ ഇത്? ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു വണ്ടിക്ക് വേണ്ടി. ഇതൊന്നും അല്ല പ്രിയരേ. ഇൻ ഫ്യൂച്ചർ ഞാൻ കർത്താവിനെ താനായിരിക്കുന്ന പോലെ കാണും. അത് മാത്രമല്ല, I will share in the glory. Why? I have been justified. നിങ്ങൾ എന്ത് ചെയ്തു? It's by faith in Jesus Christ. കണ്ടോ കാര്യങ്ങളുടെ കിടപ്പ്? ഇത്ര അനുഗ്രഹം ഉള്ളവരാ ചിലപ്പം ആ മോഹമൊക്കെ കാണുന്നത്. Praise the Lord, sir. Praise the Lord. സ്തോത്രം. അതെങ്ങനെ? രക്ഷിക്കപ്പെടണ്ടേ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണ്ടേ? പെട്ടവർക്ക് എന്താ? സ്തോത്രം. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നാലാമത്തെ കാര്യം, 3-4 വാക്യങ്ങളിൽ നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതെന്താ ഇങ്ങനെ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നത്? അപ്പൊ വളരെ ചിന്തിക്കണം ഈ കാര്യങ്ങൾ. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പൊ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നയാള്, ഭാവികാല പ്രത്യാശ ഇത്ര ഉള്ളയാളിന് കഷ്ടത ഉണ്ടോ? ഉണ്ട്. ട്രിബുലേഷൻസ് ആൻഡ് ട്രയൽസ് ഉണ്ട്. പക്ഷെ അത് മനസ്സ് മടുക്കുന്നില്ല. ഞാനതിൽ പ്രശംസിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ആ 3-4 വാക്യം ഒന്ന് വായിക്കണം. ഒരറിവാണ് നമ്മളെ ആ പ്രശംസയിലേക്ക് നടത്തുന്നത്. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. അപ്പൊ ഈ കഷ്ടം അനുഭവിക്കുമ്പോൾ ഉളവാകുന്നുണ്ട് ചില ആത്മീക കാര്യങ്ങൾ. ഈ കഷ്ടതകൾ ഇറ്റ്സ് വർക്കിംഗ് ഓൺ ദ പേഴ്സൺ, സ്പിരിച്വൽ മാച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്ന് അറിഞ്ഞ്, അല്ലേ? ആ അറിവാണ് കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കുന്നത്. അല്ലെങ്കിൽ I have knowledge that this trial,
This tribulation is working for my good. ഞാൻ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. സ്തോത്രം. അത് നാലാമത്തെ ബ്ലെസ്സിംഗ് ആണ്. അപ്പൊ ഈ ട്രയൽസ് എല്ലാം ദൈവം എൻ്റെ ആത്മീക വർധനവിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പ്രശംസിക്കാൻ കാരണം എനിക്കൊരു അറിവുണ്ട്, ഇത് പാഴല്ല. ഞാൻ ആ സഹോദരിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ what a testimony, what a testimony. സ്തോത്രം. കർത്താവിൽ പ്രത്യാശ വെച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു. മരിക്കാറ് സമയത്ത് ഒരു യൗവനക്കാരൻ, 40 വയസ്സുള്ള ഒരു യൗവനക്കാരൻ പറയാ, ഹല്ലേലൂയ, വാവ്, സ്തോത്രം. അപ്പൊ എന്താണ് നമ്മളെന്താ പറയാ, കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടി ചുറ്റിക്കെട്ടി വട്ടം കെട്ടി, ഓൾ ദി സ്റ്റഫ്. പ്രത്യാശ ഉള്ളവർ പോകുന്ന കണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവിടെ ഒരു വാക്ക്, 5-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, അത് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. എന്ത് പ്രത്യാശ? ദൈവത്തിന്റെ മഹത്വത്തെ കാണുന്നതും അതിൽ ഷെയർ ചെയ്യുന്നതും ഒക്കെയുള്ള ഈ പ്രത്യാശയ്ക്കൊന്നും ഭംഗം വരുന്നില്ല. ഭംഗം വരാത്തതിന്റെ കാര്യം താഴോട്ട് എഴുതിയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദ സ്റ്റെഡ്ഫാസ്റ്റ് ലവ് ഓഫ് ഗോഡ് poured out into our hearts by the Holy Spirit. 4-ാം വാക്യത്തിന്റെയും 5-ാം വാക്യത്തിലും ഒരു ട്രാൻസിഷനായിട്ടാണ് ആ പ്രയോഗം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. എന്നിട്ട് 5-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിലാണ് 5-ാമത്തെ അനുഗ്രഹം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക്. അവിടെയാണ് ഞാൻ ബാക്കിയുള്ള സമയം സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഇൻഫാക്ട് 5-ാം വാക്യം വായിച്ചിട്ട് അതിന്റെ വിശദീകരണമാണ് 6 മുതൽ 8 വരെയുള്ള വാക്യം. ദൈവസ്നേഹത്തിന്റെ വിശദീകരണം. അവിടെയാണ് എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഉള്ളത്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്നേഹം. ദൈവ കോപത്തെക്കുറിച്ചായിരുന്നു ആദ്യ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞത്. പിന്നീട് 4-ാമത്തെ അധ്യായം മുതൽ ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ ഇതാ ദൈവത്തിന്റെ സ്നേഹം. ഇവിടെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചല്ല, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. പാഷക്ക് എങ്ങനെ അറിയാം? ഞാൻ 8-ാം വാക്യം കൂടെ വായിച്ചു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. സോ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ God's immeasurable love towards us, eternal love towards us, unconditional love towards us, sacrificial love towards us. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. By the way, നമ്മുടെ I don't know whether we can really understand all aspects. എൻ്റെ ഒരു പ്രസംഗമല്ല, 1000 പ്രസംഗം കൊണ്ടും നടക്കത്തില്ല. The Spirit has to work in our hearts. ഇത് അത്ര ആഴമാ. ഞാൻ ഇന്ന് തിരുവല്ലക്കാരോട് പറഞ്ഞു, വാക്യമൊന്നും എന്നോട് ചോദിക്കരുത്. എൻ്റെ ചിന്തയിൽ നിത്യത മുഴുവനും ഈ ആഴമുള്ള ദൈവസ്നേഹത്തിന്റെ വെളിപ്പാടായിരിക്കും നമ്മൾ പറയുന്നതും കാണുന്നതും. It is that huge. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. രക്ഷിക്കപ്പെടുമ്പോൾ, നീതീകരിക്കപ്പെട്ട അനുഭവം കഴിയുമ്പോൾ ദൈവവുമായി ഒരു ലൈഫ് ലോങ് ലവ് റിലേഷൻഷിപ്പ് തുടങ്ങുകയാണ്. ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ. ഉണ്ടോ ആ സ്നേഹം? അതാണ് രക്ഷയിൽ വരേണ്ടത്. എല്ലാം എനിക്ക് എതിരാ, നോ പ്രോബ്ലം. ആ സ്നേഹബന്ധത്തിലാണോ? അല്ലെങ്കിൽ സംതിങ് ഈസ് സീരിയസ്ലി റോങ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ആരാണ്ട് ഏതാണ്ട് പറഞ്ഞു, എനിക്കെന്ത്, ഡസന്റ് മാറ്റർ.
പൗലോസ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്നേഹം, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം, ഇതിന്റെ ക്ലൈമാക്സ് കൊണ്ടുപോകുന്നത് ഈ സ്നേഹമാണ് ക്രൂശിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്, പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ദൈവത്തിന്റെ ഈ സ്നേഹം പഠിക്കണം. ആരെ സ്നേഹിച്ചെന്നായി പറയുന്നത്? നമ്മളെ സ്നേഹിച്ച്. നമ്മൾ ആരാന്നറിയാമോ? ആരാ നമ്മള്? ആരാ നമ്മളൊരു സംഭവമാ. ആ ചിന്ത ആദ്യം താഴ്ത്തി വെക്കണം. We were imperfect, broken, good for nothing, wicked, rebellious people. ബൈബിൾ നമ്മളെ അങ്ങനെയാണ് വിളിക്കുന്നത്. നമ്മളെ റോമാലേഖനം 3-ാം അധ്യായത്തിൽ വളരെ ആധികാരികമായിട്ട് അത് ചിന്തിച്ചിട്ടുള്ള, നമ്മൾ ചിന്തിക്കുന്ന എൻ്റെ വീട്ടുപേര് അറിയാമോ, ഞങ്ങൾ കേട്ടിട്ടുണ്ടോ? മനുഷ്യന് പറ്റിയ ഇതൊക്കെയാണ്. ദൈവം ആരെ സ്നേഹിച്ചു? അതാ ദൈവസ്നേഹം. സ്നേഹിക്കാൻ കൊള്ളരുതാത്ത കുറെ ആളുകളാണ് നമ്മൾ. നമ്മെ ദൈവം സ്നേഹിച്ചു. That's the immeasurable love of God, the depth of the love of God. എല്ലാ കുഞ്ഞുങ്ങളും ഇത് മനസ്സിലാക്കണം. എല്ലാ കുഞ്ഞുങ്ങളും കേട്ടോ. മനുഷ്യ സ്നേഹം പോലെയല്ല. ഇവിടെ നോക്കടാ ഇങ്ങോട്ട്. ചേട്ടനും അനിയനും ഉണ്ട്. അമ്മയ്ക്ക് ആരോടാടാ കൂടുതൽ സ്നേഹം? ചേട്ടൻ പറയും അനിയനോടാണ്, അനിയൻ പറയും ചേട്ടനോടാണ്. മനുഷ്യ സ്നേഹം ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല കേട്ടോ, രണ്ടുപേരോടും സ്നേഹമാണെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ മനുഷ്യ സ്നേഹം എങ്ങനെയാണെന്ന് അറിയാമോ? അവനോട് പറ്റിയിരിക്കും, അവനെ സ്നേഹിക്കാൻ കുറച്ച് നല്ല എല്ലാം എൻ്റെ കാര്യം കരുതും, എല്ലാവരും മറ്റവരോട് സ്നേഹമില്ല ഉണ്ട്, സ്നേഹമാണ്. അപ്പം മനുഷ്യ സ്നേഹം നമ്മളോട് പ്രതികരിക്കുന്നതനുസരിച്ചും സ്നേഹിക്കാൻ കൊള്ളാം, നമുക്ക് കൊള്ളാം. കാരണം നമ്മളെ എപ്പോഴും യേസ് വെക്ക്, നമ്മൾ കൊള്ളാം അല്ലേലോ, അല്ലേ അത്ര കൊള്ളത്തില്ല. ദാറ്റ്സ് ഹ്യൂമൻ ലവ്. നെയ്ബേഴ്സ് ആണേലും സഹോദരി സഹോദരൻ, ദിസ് ഇസ് ഹ്യൂമൻ ലവ്. ദൈവത്തിന്റെ സ്നേഹം അതല്ല. നമ്മളിൽ ആകർഷണീയമായി ഒന്നുമില്ലായിരുന്നു. And God loved us. അപ്പൊ ചോദ്യം ഇതാ, why? ഞാൻ കണ്ടെത്തിയ ഉത്തരം എന്താണെന്നറിയോ? Because he loved us. വേറെ ഒന്നുമില്ല. സർവാധിപത്യമാണ്. It's sovereign God. He chose to love us. നമ്മൾ സ്പെഷ്യൽ ആയതുകൊണ്ടോ, നമ്മൾ സ്വർഗത്തിൽ ഇല്ലെങ്കിൽ ഏതാണ്ട് സംഭവിക്കും അതുകൊണ്ടോ, നമ്മൾ എന്തോ ആകർഷണീയമായ എന്തോ സ്വഭാവമുള്ള നത്തിങ്. നമ്മൾ ദുഷ്ടരാണ്, പാപികളാണ്, കൊള്ളരുതാത്തവരാണ്. നമ്മുടെ മനസ്സിലെ ചിന്തകൾ ദൈവത്തോട് റിബല്യസ് ആണ്, ദൈവ ഇഷ്ടത്തെ വെറുക്കുന്നവരാണ്. ഇതിനപ്പുറത്ത് ദൈവം സ്നേഹിച്ചു. That is divine love. You cannot compare that with human love. സ്തോത്രം നിറയപ്പെടണം കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് ഈ സ്നേഹത്തെ നിറയ്ക്കണം. സ്തോത്രം. അൺലവബിൾ ആയിട്ടുള്ള ആളുകൾ, റിബല്ലുകളായിട്ടുള്ള ആളുകൾ, ദൈവത്തിന് വെറുപ്പുണ്ടാക്കുന്നവരായിരുന്നു നമ്മൾ. പക്ഷെ ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ്. He just chose to love us. ആ സ്നേഹം നിങ്ങൾക്കെല്ലാം അറിയാമെന്ന വാക്കല്ലേ, അഗപ്പെ സ്നേഹം. സ്വയം ത്യജിക്കുന്ന സ്നേഹം, ത്യാഗപൂർണമായ സ്നേഹം. ഈ സ്നേഹം സ്നേഹിക്കപ്പെടുന്നവന്റെ ഏറ്റവും ഉയർന്ന നന്മ തേടുക. നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ദൈവം സ്നേഹിച്ച് തന്നോടൊപ്പം നിത്യത മുഴുവൻ കഴിക്കാൻ സ്വർഗത്തിൽ കൊണ്ടെത്തുക. What kind of love is that? അതാണ് ദൈവത്തിന്റെ സ്നേഹം. ഇത് അനുഭവിച്ചിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടപ്പോൾ അതിനകത്ത് നമ്മൾ വീണുപോയി മടങ്ങി വരണം സഭ. Praise the Lord. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? 5-ാം വാക്യം. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഈ ഞാൻ പറയാൻ ശ്രമിച്ച ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. എത്ര കോൺഫിഡൻസ് ആണ് ഒരു ദൈവ പൈതലിന്. കാരണം ആത്മാവാണ് ഇത് നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയാം.
പരിശുദ്ധാത്മ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കൈ അടിക്കുകയും ഒച്ച വെക്കുകയും ചെയ്യുന്നത് മാത്രമല്ല. എനിക്കതിനോട് ഒരു വിരോധവും ഇല്ല. നിങ്ങൾക്കങ്ങനെ കൃപ ലഭിച്ചവരൊക്കെ ചെയ്താട്ടെ. അതിൽ മാത്രം പരിമിതപ്പെടുത്തുമ്പോൾ ആത്മാവിന്റെ വലിയ പ്രവർത്തനത്തിന്റെ മേഖലകൾ നാം ബോധപൂർവം കണ്ണടക്കുകയാണ്. ലുക്ക് അറ്റ് ദിസ്. ഈ മഹാദൈവത്തിന്റെ സ്നേഹത്തെ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഹൃദയത്തിൽ pour out ചെയ്തിരിക്കുന്നെന്ന്. Did the Holy Spirit work in your life like that? ഇതാണ് വേർപെട്ട സമൂഹത്തിൽ പറ്റിയത്. നമ്മൾ ചിന്തിക്കുന്നത് you make a lot of noise. No. അതിൽ പരിമിതപ്പെടുത്തിയാൽ ഭയങ്കര അപകടമാണ്. എൻ്റെ ഉള്ളത്തിൽ വലിയ ആഗ്രഹമുണ്ട് ഹോളി സ്പിരിറ്റ് എന്ന ഒരു സീരീസ് നമുക്ക് എടുക്കണമെന്ന്. That will open our eyes. ഈ ദൈവസ്നേഹം ഉള്ളിൽ നിറയുമ്പോഴാണോ പരസ്പരം വഴക്കുണ്ടാക്കുന്നത്, വീട്ടിനകത്ത് വഴക്കുണ്ടാക്കുന്നത്, സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കുന്നത്? പക്ഷേ ചർച്ച വരുമ്പോൾ ഭയങ്കര ഒച്ചയാണ്. സംതിങ് ഈസ് റോങ്. എപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ഇങ്ങനെ ഇടപെട്ടത്? നാം രക്ഷിക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ ആത്മാവ് നമ്മുടെ അകത്ത് വന്നു. ഓക്കെ, ആത്മസ്നാനം പിന്നെ ഓക്കെ, ഐ അഗ്രി. യേശുവിനെ കർത്താവ് എന്ന വിശ്വാസത്താൽ ഒരുവൻ പറയുന്നത് ഹോളി സ്പിരിറ്റിനാൽ മാത്രമേ സാധിക്കൂ. അവന്റെ ഉള്ളത്തിൽ ഹോളി സ്പിരിറ്റ് വന്നിട്ടുണ്ട്. ഹോളി സ്പിരിറ്റ് വന്ന് ഈ മെസ്സേജ് ഓഫ് ദ ഗോസ്പൽ കേട്ടു. എന്താ ഗോസ്പലിന്റെ മെസ്സേജ്? ദാറ്റ് ഗോഡ് ലവ്സ് യു സിനർ. ഇത് കേട്ടപ്പോൾ ആ വചനത്താൽ നമ്മുടെ അകത്ത് ദൈവത്തിന്റെ സ്നേഹത്തെ പരിശുദ്ധാത്മാവ് pour out ചെയ്തു. നമ്മുടെ ഉള്ളു തുറന്നുകൊണ്ട് കാണത് നിന്നെ ദൈവം സ്നേഹിക്കുന്നു. നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പായിരുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം ഹോളി സ്പിരിറ്റ് എടുത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് pour out ചെയ്തു. No, don't dislike yourself. God loves you. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നുവെന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ലാവിഷായി, എക്സ്ട്രാവഗന്റായി, സമൃദ്ധിയായി ഒഴുകി. നോട്ട് ട്രിക്കിളിംഗ്. അത് ഒഴുകുന്നുണ്ടെങ്കിൽ ഒട്ട് സൗകര്യമൊക്കെ സ്നേഹിക്കും, ക്രിസ്തീയ സ്നേഹത്താൽ. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ സ്നേഹം. പ്രാർത്ഥിരി. ഈ സമയത്ത് കർത്താവേ എൻ്റെ ഹൃദയം തുറക്കണം, ഇതൊന്ന് മനസ്സിലാകാൻ തുറക്കണമേ, എനിക്കിതൊന്ന് അനുഭവിക്കണം. കുറെ ചടങ്ങുകളല്ല ആരാധന, കുറെ ചടങ്ങല്ല ക്രിസ്ത്യാനിറ്റി, മതമല്ല ക്രിസ്ത്യാനിറ്റി. ദിസ് ഇസ് എ വേ ഓഫ് ലൈഫ് ഓഫ് എക്സ്പീരിയൻസിങ് ഗോഡ്. പകർന്നിരിക്കുന്നുവല്ലോ. എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്താൽ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന് ഒരാൾ പ്രസംഗിച്ചപ്പോഴോ ബൈബിൾ വായിച്ചപ്പോഴോ ഹോളി സ്പിരിറ്റ് ആ ദൈവത്തിന്റെ സ്നേഹത്തെ poured out inside. നമുക്കത് മനസ്സിലാക്കി തന്നു, വെളിപ്പെടുത്തി തന്നു, അനുഭവിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ തന്നു. അങ്ങനെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ pray that God will open your hearts. Praise the Lord. അങ്ങനെ ഒരാൾ എന്ത് ത്രില്ലിംഗ് ആണ്. ലോകര് മുഴുവൻ പഴിച്ചാൽ ആ മനുഷ്യന് വല്ലതും ഉണ്ടോ? കഷ്ടങ്ങളിലും പ്രശംസിക്കും. സ്തോത്രം. അപ്പൊ ശരിക്കും ആ സുവിശേഷ മെസ്സേജ്, അതിന്റെ ഹൃദയമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം, എനിക്കും നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സ്നേഹം. പരിശുദ്ധാത്മാവാണ് ആ മെസ്സേജ് നമ്മളിൽ കൺവിൻസ് ചെയ്തത്. കൺവിൻസ് ചെയ്തിട്ട് സുവിശേഷം മുന്നോട്ട് വെക്കുന്ന കർത്താവിലേക്ക് നമ്മളെ ഡ്രോ ചെയ്തു. That's how we became children of God. അല്ലാതെ ഏതാണ്ട് പറഞ്ഞപ്പോ കൈപൊക്കി എന്നിട്ട് തത്ത പറയുന്ന പോലെ ഏതാണ്ട് ഇന്നു മുതൽ യേശുവിനെ സ്വീകരിച്ചു. ഹല്ലേലൂയ. എന്താണ് അത്? രക്ഷിക്കപ്പെട്ടതല്ല. എന്നിട്ട് രക്ഷിക്കപ്പെടാത്ത എല്ലാരെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു?
സ്നാനപ്പെടുത്തി. 15 വയസ്സ് 16 വയസ്സാകാണ്ടിരിക്കുക, മോളെ സ്നാനപ്പെടണം കേട്ടോ, മോനെ സ്നാനപ്പെടണം. അങ്ങനെ കുറേ സ്നാനം. പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറേ സ്നാനം. എന്തിനാ? അല്ലെങ്കിൽ അവിശ്വാസിയുമായി ഇണയില്ലപ്പെട. പല കല്യാണങ്ങളും അവിശ്വാസികളാണ് ഈ കല്യാണം കഴിക്കുന്നത്. ഞാനിതങ്ങ് പച്ചക്ക് ഇനി ഇതൊക്കെ ഹൈഡ് ചെയ്തിട്ടെന്താ കാര്യം? നമ്മൾ അവിശ്വാസി എന്ന് ചിന്തിച്ചിരിക്കുന്ന ആരാ? പെന്തിക്കോസ്ത് അല്ലാത്തവനെല്ലാം. ഇവിടെ പെന്തിക്കോസിൽ നല്ല ശതമാനം അവിശ്വാസിയല്ലേ? രക്ഷിക്കപ്പെടാത്തവൻ പിന്നെ ആരാണ്? അവിശ്വാസിയാണ്. പെണ്ണ് കാണാൻ വരുമ്പോൾ നമ്മുടെ കുട്ടികളെ ചോദിക്കും, രക്ഷിക്കപ്പെട്ടു? ഒരുത്തൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാം? ഞാൻ പാസ്റ്ററുടെ മോനാന്ന് ഓർത്തോണം. എങ്ങനെയുണ്ട്? പാസ്റ്ററുടെ മോനാന്ന് എന്നെ, സെൻട്രൽ പാസ്റ്ററുടെ മോനാന്ന് എന്നെ. ഇഫ് യു ആർ നോട്ട് ജസ്റ്റിഫൈഡ് ബൈ ഗാഡ്, you have no blessing. You are an unbeliever. ഇത് ശരിക്കും ഇവിടുത്തെ മാതാപിതാക്കൾ മനസ്സിലാക്കണം. ഓരോ യൗവനക്കാരും മനസ്സിലാക്കണം. ശരിക്ക് ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാകണം. നമ്മൾ മാറും പ്രിയരെ. ഇതിന്റെ വിശദീകരണമാണ് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ സ്വഭാവത്തിന്റെ വിവരണമാണ് 6 മുതൽ 8 വരെയുള്ള വാക്യം. അതിൽ 6-ാം വാക്യം ഞാൻ വായിക്കുന്നു. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ നേരത്തെ ഉള്ള സ്വഭാവം അവിടെ എഴുതിയിരിക്കുന്നത്. 2 കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്, ബലഹീനരെന്നും അഭക്തരെന്നും. ശരിക്കും ബാക്കിയുള്ള വാക്യങ്ങളിലൂടെ പരിശോധിച്ചാൽ 6-ാം വാക്യം, 8-ാം വാക്യം, 10-ാം വാക്യം 4 കാര്യങ്ങളുണ്ട്. 6-ാം വാക്യത്തിൽ ബലഹീനരെന്നും അഭക്തരെന്നും, 8-ാം വാക്യത്തിൽ പാപികളെന്ന്, 10-ാം വാക്യത്തിൽ ശത്രുക്കളായിരിക്കുമ്പോൾ ശത്രുവായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളെയാണ് കർത്താവ് സ്നേഹിച്ച് കർത്താവ് യാഗമായി തീർന്നത്. അപ്പൊ 5-ാം വാക്യത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്നു. ആ ദൈവത്തിന്റെ സ്നേഹത്തെ പുറത്തു കൊണ്ടുവരികയാണ്, എക്സ്പാൻഡ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യർ സ്നേഹിക്കുന്ന പോലെയല്ല. നമ്മൾ ആരായിരുന്നു എന്ന് നോക്കിയ വാക്കുകൾ. 1, ബലഹീനരായിരുന്നു എന്ന് പറഞ്ഞാൽ തീർത്തും ശക്തിയില്ലാത്തവർ, ദുർബലർ, കഴിവില്ലാത്തവർ. എന്തിന്? ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ അശക്തരായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ബന്ധിക്കപ്പെട്ട നമ്മളെയാണ് ദൈവം സ്നേഹിച്ച് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു യാഗമായി തീരുന്നത്. നമ്മളിത് മനസ്സിലാക്കണം. വിത്തൗട്ട് ജീസസ് we are damned. Without Jesus we will go to hell. Praise the Lord. ഒരു നിലയിലും നമുക്ക് നമ്മളെ സഹായിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ആ സമയത്ത് ദൈവത്തിന്റെ പ്രീതി എൻ്റെ യാതൊരു കർമ്മപ്രവർത്തികളിലൂടെ എനിക്ക് ലഭിക്കത്തില്ല. ഐ cannot impress God with any good works. ഒരുപാട് പേര് അങ്ങനെയൊക്കെയാ ധരിച്ചിരിക്കുന്നത്. 100 പേർക്ക് ആഹാരം കൊടുത്തു, 1000 പേർക്ക് ഏതാണ്ട് കൊടുത്തു. അതുകൊണ്ട് എന്തുവാ? രക്ഷാനിർണയം പ്രാപിച്ച ആളിനാണെങ്കിൽ പ്രതിഫലം കിട്ടും. നീതീകരണം അതിനകത്തല്ല. നമ്മുടെ പ്രവൃത്തിയെല്ലാം ദൈവസന്നിധിയിൽ കറ പുരണ്ട തുണി പോലെയാണ്. God will not accept us. ദൈവം അക്സെപ്റ്റ് ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദ ക്രോസ്. ദൈവത്തിന്റെ സ്നേഹം അവിടെയാ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ സ്നേഹം മനസ്സിലാക്കാൻ നമ്മൾ നിസ്സഹായരാണ്, നമ്മൾ മിടുക്കരല്ല. നമ്മുടെ പാരമ്പര്യം is good for nothing. It doesn't help. അവിടെയാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. അതാണ് ആ സ്നേഹത്തിന്റെ വലിപ്പം. സ്നേഹിക്കാൻ കൊള്ളുന്നവരല്ല, സാത്താന്റെ ഭൂണിയിൽ കിടക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ ആയിരുന്ന നമ്മളെ ദൈവം സ്നേഹിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. അതാണ് ദൈവത്തിന്റെ സ്നേഹം. We were helpless. അപ്പൊ 6-ാം വാക്യം പൂർണ്ണമായിട്ട്
ഒന്നുകൂടെ ഒന്ന് വായിക്കാം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. തക്ക സമയം. ഗലാത്യലേഖനം 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. ദൈവം ഈ ലോകത്തെ എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട്, ദൈവം ലോക സ്ഥാപനത്തിന് മുൻപ് പ്ലാൻ ചെയ്തത്, തക്ക സമയം വന്നപ്പോൾ God sent his son to deliver helpless people. അതാണ് ദൈവത്തിന്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു വിസ കിട്ടിയില്ല, ദൈവം എന്താന്നാ എൻ്റേത്, എനിക്കൊരു വിഷയമില്ല. കിട്ടിയാൽ എന്നാ, കിട്ടിയില്ല എന്നാ, ജോലി പോയാൽ എന്നാ, ജോലി കിട്ടിയാൽ എന്നാ. God loves me and that is enough. അഭക്തർക്ക് വേണ്ടി മരിച്ചു. ലാസ്റ്റ് വാക്കാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഭക്തിയില്ലാത്ത ആളുകൾ, ദൈവത്തിന് അർഹമായ ബഹുമാനം കൊടുക്കാത്ത ആളുകൾ, ഇവർക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന വാക്ക്, അത് വളരെ ചിന്തിക്കണം. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? ഇംഗ്ലീഷിൽ the 6th verse. For when we were still without strength, in due time, Christ died for the ungodly. For the ungodly means instead of. യേശുക്രിസ്തുവിന്റെ ആ യാഗമരണം പകരക്കാരനായി വരികയാണ് നമുക്ക് വേണ്ടി. ഫോർ എന്ന് പറഞ്ഞ് നമ്മുടെ ബെനിഫിറ്റിന്, നമുക്ക് പ്രയോജനത്തിനായി, നമ്മുടെ പകരക്കാരനായി, സബ്സ്റ്റിറ്റ്യൂഷനായി അവൻ നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ പ്രയോജനത്തിന് വേണ്ടി മരിച്ചു. അഭക്തർക്ക് വേണ്ടി, ഇൻസ്റ്റെഡ് ഓഫ് us. അതെന്താണ്? റോമർ 6:23 മനപ്പാഠം അറിയത്തില്ലേ? പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാ വരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ. He died for the ungodly. നമ്മുടെ പകരക്കാരനായി. എന്നിട്ട് ഇത് ശരിക്കും നമുക്ക് മനസ്സിലാകാൻ 7ാം വാക്യം ശ്രദ്ധിക്കണം. മനുഷ്യ സ്നേഹവും ദൈവസ്നേഹവും തമ്മിലുള്ള വ്യത്യാസം കാണാൻ നിങ്ങൾ 7ാം വാക്യം നോക്കി. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. 2 വാക്ക്, നീതിമാന്, ഗുണവാന്. അപ്പൊ ഇവിടെ നീതിമാനും ഗുണവാനുമായിട്ട് കോൺട്രാസ്റ്റ് അല്ല, ഇത് പര്യായമായി ഒരേ ആള് ഒരേ കാര്യത്തെക്കുറിച്ച് പറയുക. അപ്പൊ നീതിമാൻ എന്ന് പറഞ്ഞാൽ റോമാലേഖനം പഠിക്കുമ്പോൾ നീതീകരിക്കപ്പെട്ടോ, ആ അർത്ഥത്തിലല്ല. ദൈവം നീതീകരിച്ചല്ല, ലോകപ്രകാരം ആ പുള്ളി ഒരു നീതിമാനാ കേട്ടോ, എന്നാ ബിസിനസ് വലിയ വെട്ടിപ്പൊന്നുമില്ല, ആ നല്ലപോലെ കുടുംബജീവിതം നല്ല നീതിമാനാ, നല്ല മനുഷ്യനാ കേട്ടോ. നമ്മൾ എത്രയോ പേരെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, നല്ല മനുഷ്യൻ. അങ്ങനെ ഒരു നല്ല ഉണ്ടോ? റോമാലേഖനം പഠിക്കുമ്പോഴാണ് നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല, രക്ഷിക്കപ്പെടാത്ത ഒരുത്തനും നീതിമാനല്ല. അപ്പൊ ഇത് ലോകത്തിന്റെ സ്റ്റാൻഡേർഡിൽ നമ്മൾ പറയില്ല, ആ പുള്ളിക്കാരത്തി നല്ലൊരു സ്ത്രീയാ കേട്ടോ, നല്ല മനുഷ്യനാ. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ആരേലും മരിക്കുമോ? അപ്പുറത്തെ പുള്ളി നല്ലവനാ, എന്നാ എന്തെങ്കിലും ഒരു അപകടം വന്നാൽ നമുക്ക് പുള്ളിക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മരിക്കുമോ? ചിലപ്പം ചിലര് മരിച്ചു എന്ന് വന്നേക്കാം. അതെങ്ങനെ? ഒരുപാട് ഇൻസ്റ്റൻസുകളുണ്ട് അല്ലേ? നമ്മൾ ഒരാളെ രക്ഷിക്കാനായി വെള്ളത്തിൽ എടുത്ത് ചാടി, ഒടുവിൽ ചാടിയ പുള്ളി മരിച്ചുപോയി, ആളിനെ. അങ്ങനൊക്കെ അപൂർവം, സാധാരണയല്ല, അപൂർവം. അല്ലെ ഒരു പ്രധാനപ്പെട്ട പുള്ളിയുടെ ബോഡി ഗാർഡായിട്ട് നിൽക്കുന്ന ആരാണ്ടൊരു വെടിവെച്ചു കയറി മുന്നേ നിന്നു, ചത്തുപോയി. നല്ലവർക്ക് വേണ്ടി, ലോകത്തിലെ ഈ നീതിമാൻ എന്ന് പറയുന്നവർക്ക് വേണ്ടി അപൂർവമാ, എന്നാൽ ചിലപ്പോ നടന്നേക്കാം. അപ്പൊ മറിച്ച് ചോദ്യം ഇതാ, ദുഷ്ടന് വേണ്ടി ആരേലും മരിക്കുമോ? നോ നോ. അതാണ് അടുത്ത വാക്യം. ഇതിന്റെ കോൺട്രാക്റ്റിൽ അവിടെയാണ് നമ്മളോടുള്ള സ്നേഹം. ഈ ദുഷ്ടരായിരിക്കുന്ന നമ്മൾ, ഒരു ഗുണവും മണവും ഇല്ലാത്ത നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു.
That's the love of God. മനസ്സിലാകുന്നുണ്ടോ? ബോലോ പ്രഭു യേശു മശീക്ക്. അപ്പൊ ഹിന്ദി പറയാഞ്ഞോണ്ടാ. അപ്പൊ 8-ാം വാക്യത്തിലേക്ക് നമ്മൾ വരിക. അപ്പൊ ഇത് വാസ്തവത്തിൽ കർത്താവിന്റെ തീവ്രമായ സ്നേഹമാണ്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, ഗുണവാനുള്ളവനും നീതിവാനുള്ളവനും വേണ്ടി ദുർലഭം. ആരെങ്കിലും എങ്ങനെ മരിച്ചെന്ന് ഓക്കെ, ഇത് സാധാരണയല്ല. ഈ പാപിക്ക് വേണ്ടിയോ? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഇതാണ് നിസ്വാർത്ഥമായ, അർഹതയില്ലാത്ത നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സ്നേഹം. കംപ്ലീറ്റ്ലി ബിയോണ്ട് ഹ്യൂമൻ കോംപ്രിഹെൻഷൻ. മനുഷ്യന്റെ ബുദ്ധിയിൽ ഇത് നമുക്ക് അയവറക്കാൻ പരിമിതികളുണ്ട്. അങ്ങനെ നമുക്ക് ഈ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇത് നമ്മളൊരു വലിയ സംഭവമാണ്. അങ്ങനെ അല്ല. ബൈബിൾ നമ്മളെ അങ്ങനെ അംഗീകരിക്കുന്നില്ല. ഈ രക്ഷയിലേക്ക് നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും. But God loved us. That is the love of God. അപ്പൊ അത് ഹ്യൂമൻ ചിന്തയ്ക്കൊക്കെ വളരെ ബിയോണ്ടാണിത്. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ സ്നേഹമൊക്കെ നമ്മുടെ ഗ്യാങ്ങാ. നമ്മുടെ അങ്ങനെ കുറെ ഗ്യാങ്ങുകളും ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു. എല്ലാരെയും സ്നേഹിക്കണം. പാപികളെ കർത്താവ് സ്നേഹിച്ചു. ആ 8-ാം വാക്യം മോളെ ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? 8-ാം വാക്യം മലയാളത്തിൽ ഒന്ന് വായിച്ച്. The word sinner, ആ പാപികൾ എന്നുള്ള ഒന്ന് നോയിക്കേ. ക്രിസ്തു നാം എന്ന് പാപികളായിരിക്കുമ്പോൾ പറഞ്ഞാൽ എന്താണ്? എത്ര പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഉദ്ദേശിക്കുന്നതുള്ള പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്തുവാ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്കറിയാമോ? അപ്പൊ അവരുടെ ചിന്തയിൽ ഒരു 3-4 പാപങ്ങളാണ് വലിയ അറിയപ്പെട്ട പാപങ്ങൾ. അത് ചെയ്യുന്നില്ലെങ്കിൽ ഏതായാലും ഞാൻ കുഞ്ഞോനെ പോലൊന്നും അല്ല. അതാ കമ്പാരിസനാ. ഐ ആം ബെറ്റർ ദാൻ ഹിം. അതല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പാപികൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം everybody has fallen short of the glory of God. ദൈവത്തിന്റെ തേജസ്, എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദിവ്യമാകുന്ന സ്റ്റാൻഡേർഡുകൾക്ക് നമുക്കാർക്കും അതിനൊത്ത് ജീവിപ്പാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ധാർമ്മിക നിയമങ്ങളെ നാം ലംഘിച്ചു. നമ്മൾ പാപികളാണ്. മക്കളെ, ഇതെല്ലാം ഓർക്കണം. നമ്മൾ പാപികളാണ്. Moral laws of God, we have broken that. ഓക്കെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. വലിയ ഭാവം, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? മുന്നേ ഇരിക്കുന്നവരോട് മാത്രമാണ് അല്ല, നിങ്ങളും വേണേ ഏറ്റെടുത്തു. മോനെ, ജനിച്ച പിന്നെ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്തവർ, ഞാൻ 5000 രൂപ ഓഫറാ. ജനിച്ച പിന്നെ കള്ളം പറഞ്ഞിട്ടില്ല, ഒന്ന് കൈവക്ക. തീർന്നു. ഇതിപ്പോ ഒരു സാമ്പിള കൊണ്ടിട്ടതല്ലേ. അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഇനി ഊഹിക്കാവുന്നതല്ല എടുത്തു. ഞാനിതെന്റെ മനസ്സിൽ വന്നോണ്ട് പറഞ്ഞതാ. We have all broken the law of God. We are sinners. അതാണ് കർത്താവ് പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാം ഗുണപ്പെട്ടിട്ടല്ല. 8-ാം വാക്യം ഒന്നൂടെ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ. അതാ നമ്മൾ ഇതെല്ലാം കൂടെ മേക്കപ്പ് ഒക്കെ നടത്തി എല്ലാം. നോ, പാപികളായിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മൾ നല്ലവരല്ല. God did not love good people. God loved wicked people, rebellious people. അതാണ് ദൈവത്തിന്റെ സ്നേഹം. Praise the Lord. ദൈവം നമ്മൾ വാസ്തവത്തിൽ എന്താ അട്രാക്റ്റീവ് ആയിട്ട്? Nothing. What motivated the love of God? God chose to love us. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ബാക്കി നമുക്ക് വേണ്ടി മരിക്കയാൽ
while we were yet sinners, Christ died for us. Died? ചിന്തിച്ചിട്ടുണ്ടോ? The most horrific death, ഏറ്റവും ഭീകരമായ, ക്രൂരമായ, പ്രാകൃതമായ മരണം, ക്രിമിനലുകളെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി റോമൻ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്ന ക്രൂശ് മരണം. എന്തിന്? ആരാണ്ട് നല്ലവരെ തെരഞ്ഞെടുക്കാനാണോ? നോ. ദൈവത്തോട് മത്സരിച്ചിരിക്കുന്ന ആളുകളെ സ്നേഹിക്കുകയാണ്. എന്നിട്ട് ക്രൂശിൽ നമുക്ക് പകരക്കാരനായി കയറുക. ദാറ്റ് ഈസ് ഗോഡ്സ് ലവ്. ഇത് ഹോളി സ്പിരിറ്റ് ആണ് നമ്മുടെ ഹൃദയത്തിൽ, ഹാർഡൻഡ് ഹൃദയത്തിൽ വചനം എന്ന ഹാമർ കൊണ്ടടിച്ച് നമ്മുടെ അകത്ത് ഇത് പതിപ്പിക്കേണ്ടത്. We must be full of the love of God. നമുക്ക് വേണ്ടി മരിക്കിയാൽ അടുത്ത ശ്രദ്ധിക്കണം, ഞാൻ വേഗത്തിൽ തീർക്കാം. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ, അയ്യോ ഞാൻ ഓർത്തത് 2025 വണ്ടി കിട്ടിയപ്പോഴാന്ന്. എൻ്റെ അമ്മാമ്മ, ഈ പാട്ട തന്നാന്നോ ദൈവം സ്നേഹിക്കുന്നേ? You see that? God's love എവിടെയാ? ദൈവം എൻ്റെ ദേശത്ത് തന്നെ മാനിച്ചു. എന്താ? അടുത്ത ഭൂമിയിൽ ഞാൻ പോയി 1 രൂപ ഇട്ടു, കുഴിച്ചു വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ അതുകൂടെ എടുത്തു. അറിയരുത് അവര്. ഒരിക്കൽ ഇവിടെ മാസയോ നടക്കുമ്പോൾ ഇവിടെ ഒരു ഉപദേശി എന്നോട് പറയാ, ഞാനാ ചോട്ടി നിപ്പുണ്ടാ, പുള്ളി ഇതെല്ലാം ഒന്ന് നോക്കി സ്റ്റഡി ചെയ്തിട്ട് പറഞ്ഞു, പക്ഷേ അടുത്ത വസ്തു നമുക്ക് വാങ്ങണം. ഞാൻ പറഞ്ഞു, സഹോദരന്മാർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, വാങ്ങണം. നമുക്ക് ചില തുട്ടുകൾ പോയി കുഴിച്ചിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു വെയിറ്റ്. ഞാൻ പറഞ്ഞു, പക്ഷേ നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി ഞാൻ ഒന്നും കുഴിക്കാതെ കിട്ടിയതാ. ഇതൊക്കെയാണോ അനുഗ്രഹമായിട്ട് വെച്ചിരിക്കുന്നത്? How misguided, how deceived people are. വലിയ ആളുകൾ സംസാരിക്കുന്ന ഇത്. പിന്നെ അതിന് ബുക്കുകൾ എഴുതും, 7 അനുഗ്രഹങ്ങൾ ഞാൻ കുഴിച്ചിട്ട് മേടിയ. അയ്യോ, ഞാനേ തിരുവല്ലാക്കാരോട് പറഞ്ഞ പോലെ ഞാൻ സെൽഫ് കൺട്രോൾ അല്ലെ, ഞാൻ പാപം ചെയ്യും നാക്കോട്ട്. നോ, എത്ര എനിക്കിതിൻ്റെ ഗ്രീക്ക് ഒന്ന് പറഞ്ഞുകൂടാ. നിങ്ങൾ ഈ വാക്യം ഒന്ന് നോക്കിക്കേ. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. എന്തിൽ? പാപികളായി ഇരിക്കുമ്പോൾ ക്രൈസ്റ്റ് ഡൈഡ് ഫോർ us. അതിൽ ദൈവം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് how much he loves us. Now, കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ question, who loved us? The Father loved us, the Son loved us, or the Holy Spirit loved us? ചിന്തിക്കുന്നത് നല്ലതാ. ഇതിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ തെറ്റല്ല ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നത്, ജീസസ് എന്നെ സ്നേഹിക്കുന്നു, കർത്താവ് എനിക്ക് വേണ്ടി യാഗമായി കർത്താവ്. അത് തെറ്റല്ല. റൈറ്റ്, തംസ് അപ്പ്, റൈറ്റ്. പക്ഷേ ആ സത്യം പറഞ്ഞ് പിതാവിന്റെ സ്നേഹത്തെ അവഗണിക്കുന്നു. ദാറ്റ്സ് മൈ പോയിന്റ്. നമ്മൾ പറയുന്നത് ശരിയാണ്. അയ്യോ ഞാൻ തെറ്റിപ്പോയ ഇല്ലെന്നേ, കറക്റ്റാണ്. ബട്ട് വാട്ട് അബൌട്ട് ദ ഫാദേഴ്സ് ലവ്? 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21. ഇനി ഞാൻ പറയുന്ന വാക്യങ്ങളെല്ലാം ഒന്ന് എഴുതിക്കോണേ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. എന്തിനൊക്കെ? അതിന്റെ തൊട്ട് മുൻപുള്ള വാക്യം 17-ാം വാക്യം എന്താ പറയുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ. അപ്പൊ അതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ. ടോക്കിംഗ് അബൌട്ട് ഗോഡ് ദ ഫാദർ. അവൻ നമ്മെ, അതായത് പിതാവാം ദൈവം നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നമ്മളും പിതാവാം ദൈവവുമായിട്ട് അകന്നുപോയി. ക്രിസ്തു മൂലം he reconciled us to himself. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. Father is the initiator. Appreciate the love of the Father. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു.
അടുത്ത ശ്രദ്ധിക്കണേ, അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. നമുക്കറിയാവുന്ന വാക്യം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പിതാവാം ദൈവം പുത്രനെ പാപമാക്കി. ശ്രദ്ധിക്കണം, പാപിയാക്കിയെന്നല്ല, പാപമാക്കി. യെശയ്യാ പ്രവചനം 53 6 വാക്യം 2 ഭാഗം, നമ്മുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തപ്പെട്ടു. Our sins was imputed on Jesus Christ. By whom? By the Father. വേഗത്തിൽ മറ്റൊരു വാക്യം, 1 യോഹന്നാൻ 3:1, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. Oh, the Father loves us. The Father loves us. 1 യോഹന്നാൻ 4:9 വാക്യം, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. God the Father sent his son. ഇനി അടുത്ത വാക്യം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പിതാവിന്റെ സ്നേഹത്തെ അവഗണിക്കരുത്. പ്രായശ്ചിത്ത മരണം എന്താണ്? നമുക്ക് വിരോധമായി ഉണ്ടായിരുന്ന ദൈവത്തിന്റെ കോപത്തെ പുത്രനായ യേശു ശമിപ്പിച്ചു. The Father loves us. The Father loves me, loves you. വേറെ എന്ത് വേണം? വിദേശത്ത് പോയോ? ഇല്ല, I don't care. ദൈവത്തിന് ഇഷ്ടമാണേ പോവും, അല്ലെങ്കിൽ പോത്തില്ല. എടാ, ആര് നിന്നെ നോക്കും? നിനക്ക് എന്നെ കിട്ടും. ആയതാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്. The Father loves me. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? The Father's love. പിന്നെ ജോൺ 3:16 എന്താ? കാണാറിയാമല്ലോ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ, ആ വാക്യത്തിൽ തന്നെയുണ്ട് പിതാവിന്റെ സ്നേഹമാണ്. സ്തോത്രം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെ സ്നേഹിച്ചു. ഈ ആത്മരക്ഷയുടെ കാര്യം മുഴുവൻ അറേഞ്ച് ചെയ്തത് പിതാവാണ്. അപ്പൊ കേൾക്കണം നിങ്ങൾ. അപ്പൊ വാസേ, ഒരു വാക്യം പോലും യേശു സ്നേഹിച്ചെന്നില്ലായിരുന്നല്ലോ. എഫേസ്യ ലേഖനം 5-2 വാക്യം. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ജീസസ് ലവ്സ് അസ്. എൻ്റെ പ്രിയരെ, ഈ രക്ഷയുടെ ട്രിനിറ്റേറിയൻ അനുഭവം മനസ്സിലാക്കണം. The Father loves us. Our Lord Jesus loves us. ആ സ്നേഹത്തെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ poured it out. സ്തോത്രം, 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 സ്തോത്രം. ഗലാത്യ ലേഖനം 2-20 വാക്യത്തിന്റെ 2 ഭാഗം, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനെങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. Praise the Lord. The Father loves me. My Lord Jesus loves me. And എബ്രായ ലേഖനം 9:14 എന്താ പറയുന്നത്? നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കരായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തിന്റെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി അത്രേ അധികം ശുദ്ധീകരിക്കുന്നത്. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തു. By the power of the Holy Spirit. Hallelujah. See the Trinitarian application here. അത് സന്ദർഭവശാൽ കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ. ഇനി ആ 8 വാക്യം ഒന്നുകൂടെ വായി. ആരാണ്ടൊക്കെ പ്രാർത്ഥിക്കുന്നു നിർത്താൻ വേണ്ടി. ഞാൻ നിർത്താം.
ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം പിതാവാം ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. Demonstrated the love. Where? On the cross. ആ വാക്ക് പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞ ഓപ്പൺ. Come on everyone, see this. അക്ഷരാർത്ഥത്തിൽ തന്നെ പാലസ്റ്റൈനിൽ കർത്താവിന്റെ ക്രൂശ് മരണം നടക്കുമ്പോൾ അവിടെ യാത്ര ചെയ്ത സകല ആളുകൾക്കും കാണത്തക്ക നിലയിലാണ് ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവ് ക്രൂശിതനായത്. അക്ഷരാർത്ഥത്തിൽ തന്നെ ദിസ് ഇസ് ഗോഡ്സ് ലവ്. ഇപ്പൊ നമ്മുടെ കാര്യം എങ്ങനെ? അത് പ്രസന്റ് ടെൻസ് പോലെയാ. ഡെമോൺസ്ട്രേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാർ കാൽവറി ക്രൂശിനെ വിവരിക്കുമ്പോൾ again the father's love is demonstrated on the cross. Hallelujah. മോളെ, ലോകത്തിൽ ആരും സ്നേഹിച്ചില്ലെങ്കിൽ God loves you. That's the point. നമുക്ക് നമ്മളോട് തന്നെ ചിലപ്പോ വെറുപ്പ് തോന്നും. എന്താ ഇത്? No, the father loves you. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തകർത്തു എങ്കിൽ he loves us, he loves us, he loves us, and Jesus loves us. ഇത് നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുകയും പറയിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുകയും ചെയ്ത ദൈവത്തിന്റെ ആത്മാവാണ്. Hallelujah. Be filled with the Holy Spirit. You will be filled with the love of God. ആ കണ്ണുകൾ അടച്ച്. ഈ ചർച്ചിൽ വേറെ ഒരു ദൂത് ഇല്ല നമുക്ക്. കാൽവറി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് 3 ആണികളുടെ മേൽ അവിടുന്ന് കിടക്കുന്ന ആ കാഴ്ച നമ്മൾ കർത്തൃമേശ ശുശ്രൂഷയിലേക്ക് അടുക്കുമ്പോൾ ഇന്നത്തെ ദൈവവചനം ഇറ്റ് ഈസ് സോ ആപ്ലിക്കബിൾ. കർത്തൃദാസൻ മുന്നോട്ട് വന്ന് വാസ്തവത്തിൽ ഈ കർത്തൃമേശ എന്ന ദിസ് ഇസ് എ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഇറ്റ് ഈസ് ദൈവം പ്രദർശിപ്പിക്കുകയാണ്. എല്ലാ കണ്ണും അടച്ചാട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ദയവായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒന്ന് സ്വതന്ത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ, വായ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. അയ്യോ, എത്ര നാളുകൾ ഈ വലിയ സ്നേഹത്തെ നമ്മൾ അവഗണിച്ചല്ലേ? എത്ര നാൾ നമ്മൾ അവഗണിച്ചു. കർത്താവിനോട് പറ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ മടങ്ങി വരുന്നു. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഒന്ന് വായ തുറന്ന് ഒരു ചരണം പാട്ടൊന്ന് പാടുമ്പോൾ കർത്തൃദാസൻ സണ്ണി പാസ്റ്റർ മുന്നോട്ട് കടന്നു വരും. നമുക്കിതൊന്ന് ധ്യാനിച്ച കരമൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് പാടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചൊന്ന് ആരാധിക്കണം. God loves me. ഇന്ന് രാവിലെ ആരെങ്കിലും ക്ഷീണിച്ച് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് യുവർ ഹാർട്ട് റിജക്ഷൻസ് അനുഭവിച്ച് എന്നെ ആരും കരുതൽ, no one to support me, don't you worry, there is a God in heaven. പാസ്റ്ററെ, എന്നാ ഈ സ്നേഹം തുടങ്ങിയത്? I will tell you. ഇന്നലത്തെ നിത്യതയിൽ അവിടുത്തെ സ്നേഹം നിത്യസ്നേഹമാണ്. നമ്മൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴല്ല ഈ സ്നേഹം തുടങ്ങിയത്. നമ്മളുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, ആദം ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്നലത്തെ നിത്യതയിൽ ക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും ദൈവം തമ്പുരാൻ കണ്ട് He loved us. Oh Jesus, നിത്യസ്നേഹമാണ് ഇത്. ത്യാഗപൂർണമായ സ്നേഹമാണ് ഇത്. അൺകണ്ടീഷണൽ സ്നേഹമാണ്. നമ്മൾ ഗുണപ്പെട്ട ശേഷമല്ല, പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടെ നമ്മളെ സ്നേഹിച്ചു.